സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഏറ്റവും നല്ല മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് എവിടെ പോവാപ്പോ? ഇന്ന് അവന്മാരുടെ പീറ്റിയാണ്. ഈ രണ്ട് പീറ്റിയേക്ക് പോകുന്നതാണ്. എത്ര പേര്? 6 പേര്, 5 പേര്. അപ്പം വരുന്നത് വണ്ടിയാന്ന് തോന്നുന്നു. അതെ, അവര് പതിയെ കറങ്ങി തിരിഞ്ഞ് വരുമ്പോ ഒരു സമയം 10 മണിക്ക് അല്ലണ്ട, ഇപ്പൊ 10:30 ഞങ്ങൾ എപ്പോഴും ലേറ്റ് അല്ലേ? ഈ പ്രാവശ്യം ലേറ്റ് ആയത് ഇവൾമാര് കാരണം. നാച്ചുറൽ ബ്യൂട്ടി എങ്ങനെയുണ്ട്? നാച്ചുറൽ ബ്യൂട്ടി, മോഡേൺ ബ്യൂട്ടി എല്ലാം ഉണ്ട് കൂട്ടത്തില്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പോകെ കാണാനേ. ഇതൊക്കെ നാച്ചുറൽ ആണോ? അതെ, ഇത് നാച്ചുറലാ, ഇത് നാച്ചുറലാ, ഇത് നാച്ചുറലാ, ഇത് നാച്ചുറലാ. ഒന്നും വെച്ചെടുപ്പില്ല, എല്ലാം നാച്ചുറൽ അല്ലേ? ഞങ്ങളൊക്കെ നാച്ചുറൽ ബ്യൂട്ടീസാ. അങ്ങനെ ഞാൻ മേക്കപ്പാന്നും പുട്ടിയാന്ന് അസൂയക്കാര് പറഞ്ഞു വരുത്തുന്ന. ഞങ്ങൾ മേക്കപ്പ് ചെയ്യാറേ ഇല്ല അല്ലേടി? ആ പിന്നെ ഇല്ല, അപ്പുറത്തോട്ട് പോണ്ട പോണ്ട പോണ്ട. ഇങ്ങ് പോരെ, വണ്ടി വരും. ഞാൻ വരില്ല. ഇല്ല 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 ഇല്ല, എനിക്ക് വരില്ല. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഇന്ത്യൻ ലോകത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം 14 വയസ്സുകൊണ്ട് അവർ ക്രിക്കറ്റിൻ്റെ ഭാരമായി മാറി ചെറുപ്പത്തെ പരിശീലിച്ച് പേര് വരുന്ന ഭാഗമാണ്. അതുപോലെയാണ് നമ്മുടെ ഓരോ കാലത്തും പഠന മേഖലയിൽ ഈ ഒരു മികവ് നമുക്ക് ലഭിക്കണമെങ്കിൽ ജന്മസിദ്ധമായ രീതിയിൽ കഴിവ് വീണ്ടും ഒന്നുകൂടി നമ്മൾ മെച്ചപ്പെടുകയാണ്. എല്ലാം കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷെ അതല്ല, നല്ല എടുക്കാൻ വേണ്ടി കഴിവിനുള്ള നന്നായിട്ട് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പം അതിന് കഠിനമായ പരിശീലനം ആവശ്യം. ഒരിക്കലും കുഴപ്പമുള്ള ഒരിക്കലും ഒരാൾക്ക് ഉണ്ടാകുന്നു അറിയാം.
പഴംപൊരിയും ചായ. ടീച്ചറെ നോക്ക, ടീച്ചറല്ലേ യൂട്യൂബിൽ കയറുന്നത് ഭയങ്കര ആഗ്രഹം. ടീച്ചറെ ഫാദറെ ഒന്ന് ഫാദറെ അതിനായിട്ട് ബോൾ ഇരിപ്പുണ്ടോ? നമുക്ക് യൂട്യൂബ് ചാനൽ കയറണ്ടേ? ആ നമുക്ക് യൂട്യൂബിൽ കയറി വൈ പഠിക്കാതെ ഇപ്പൊ തരാം. ഇതാണ് ഞങ്ങൾ സ്കൂൾ വണ്ടി. ഇല്ല ഇല്ല ഇല്ല. അയ്യോ, സാറ് പറഞ്ഞ ഡയലോഗ്. നിനക്ക് നാണമാനമല്ലെന്ന് എനിക്കറിയാലോ. ഒരു നോട്ടമില്ലാതായിരുന്നു കഴിക്കുന്നത്. എന്നെ ചുറ്റിനുമുണ്ട്. ഓക്കെ, നോക്കാം നേരൊക്കെ. അപ്പൊ പി ടി ഒക്കെ കഴിഞ്ഞ് ഇതോടെ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം നീണ്ടിട്ട് വരുന്നോട്ടെ. ഇവിടെ ചോദിക്കട്ടെ. പി ടി എയും കുന്തവും എല്ലാം കഴിഞ്ഞ്, അല്ല പി ടി എയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ആസയൊക്കെ ഡ്രസ്സ് മേടിക്കാൻ പോയി. നാളെ ന്യൂമാർക്ക് ടൂറുണ്ട്. അത് കാണത്തില്ല. ആ നാളെ. ഓ മൈ ഗോഡ്, മൊത്തം ഡാർക്ക്. അതെല്ലാം പരിപാടി ആക്കാൻ എടുത്തത് പേസ്റ്റ് എടുത്ത് എറിയുവാണ്. അങ്ങനെ എടുത്ത് എറിയുവാണോ ചെയ്യുന്നത്? അത്ര ലുക്കൊക്കെ മതി. നിങ്ങളെ ആൾക്കാർ നോക്കുമ്പോ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു. സോറി ഗൈസ്, കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണതാണത്. അപ്പോൾ നമുക്ക് അപ്പം അവരെ നോക്കിയിരുന്ന നമ്മളിവിടെ ഇരിക്കും, അവർ പോവുകയും ചെയ്യും. അല്ലേടാ ബി? നമുക്ക് പോയാലോ? അവൻ ഉസ്താദിന്റെ അടുത്ത് ഡിജിറ്റൽ ലൈഫ് വാസ് ഗ്രേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. പോ, എന്നോടല്ല അവളോട് ചോദിക്കേ. വാട്ട് ഈസ് ഡിജിറ്റൽ ലൈഫ് എന്ന് ചോദിക്കാം. വാട്ട് ഈസ് digital life means use electrical and new modern products. Examples എനിക്ക് പറയാനുള്ളത് കൂടെ അവള് പറയുന്നതാണ്. mobiles and gadgets are called digital life. Digital life. എനിക്ക് പറയുന്നത് what is a digital life? അതെ, എനിക്ക് പറയാനുള്ളത് അതെ 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 അതൊക്കെ തന്നെയാ. അതെ അതെ. ഡിജിറ്റൽ ഓക്കെ ഗൈസ്, നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ എടാ വിടറാ
എന്റെ പൊന്നോ. ഓക്കെ, നല്ല കാറ്റ്. അപ്പൊ നമ്മുടെ മുടി ഇതുങ്ങളൊക്കെ കൊണ്ടൊക്കെ പോകുന്ന എന്നത്ത് വേണം തല. അപ്പൊ നമ്മുടെ PTA മീറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇനി ചെന്നിട്ട് വണ്ടി. നാളെ അബിക്കുട്ടൻ തിരുവനന്തപുരം ടൂറ് പോവാണ്. സ്കൂളിൽ നിന്നുള്ള ട്രിപ്പ്, 2 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള ബാഗും എന്തൊക്കെയാണ് ഡ്രസ്സ് എല്ലാം നമ്മൾ കഴുകി പേസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. നാളെ രാത്രി 8 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് പോസ്റ്റ് പിന്നെ വിലയൊക്കെ ചെക്ക് പോസ്റ്റിൽ കൊണ്ടുപോയി വിടണം. ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഇവർ പോകുന്നത്. അപ്പോൾ ടോട്ടലി ഇന്ന് മൊത്തത്തിലൊരു മൂടി നിൽക്കുകയാണ്, വെയിലൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് അലക്കിയിട്ടാലേ നാളെ ആകുമ്പോഴത്തേനും എല്ലാം റെഡി ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ പറ. ബൈ ബൈ പറ. പീസ് ഔട്ട്. അവന് ഭയങ്കര പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടിയതിന്റെ ജാടിയാണ്. അയ്യോ, അങ്ങനെയൊന്നുമല്ല. ഫുൾ മാർക്ക് കിട്ടാത്തതുകൊണ്ട് അതിന് ജാടിയേ ഇല്ല. ഫുൾ മാർക്കൊന്നും കിട്ടിയില്ല, എന്നാലും ചെയ്യിച്ചു. ഓക്കെ, എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമല്ലോ പഠിക്കുന്നതിൻ്റെ ഇത്. ഓക്കെ, അപ്പൂൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ആ പേപ്പർ കാണിച്ചു തരാവേ. ഇതാണ് അപ്പൂൻ്റെ ഗ്രേഡ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നവരെ ഇങ്ങോട്ട് നോക്കിയേ. ടാറ്റാ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. ടാറ്റ പറ, മൈൻഡ് പറ. ടാറ്റാ, ബൈ ബൈ, സീ യു. ഓക്കെ.